കഷ്ടപ്പെടുന്നവരും തകർന്നു പോയവരും വീണുപോയവരും പരിക്കു പറ്റിയവരൊക്കെ ഉണ്ട്. ഓരോരുത്തരെയും സങ്കടങ്ങൾ ഓരോന്നാണ്. പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം മുഴുവൻ തീർന്നാലും ചിലരുടെ സങ്കടങ്ങൾക്ക് തീരുമാനമാകില്ല. വീണ്ടും വീണ്ടും പറയാനുണ്ടാകും. നമുക്ക് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ചവരുണ്ട്, പ്രാർത്ഥന നടത്തി ശുശ്രൂഷകൾ നയിക്കുന്ന സാജൻ ബ്രദറുണ്ട്. എല്ലാവരെയും ഓർക്കുകയാണ്. വൈദികരെ, സിസ്റ്റേഴ്സിനെ, ശുശ്രൂഷക്കാരെ, ഈ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയെ, നമ്മുടെ ധ്യാന കേന്ദ്രത്തെ എല്ലാം നമുക്ക് ഓർക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരെ, ഭക്ഷണം ഒരുക്കിയവരെ, വിളമ്പിയവരെ, കസേരയിട്ടവരെ, സ്ക്രീൻ ക്യാമറ ചെയ്യുന്നവരെല്ലാവരെയും ഓർക്കുക. ശബ്ദം ചെയ്യുന്നവരെ ഓർക്കുകയാണ്. ഇവിടെ ഈ ഒരു തുടർന്നുള്ള 4 ദിവസങ്ങളുണ്ട്. ഇനി നാളെ 3 ദിവസങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം, ഈ ശുശ്രൂഷ അനുഗ്രഹമാണെന്ന് പറയണം. ഈ ശുശ്രൂഷയിലൂടെ ഒത്തിരി അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയണം. 2 കരങ്ങളിൽ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. എല്ലാവർക്കും നന്നായി ഒന്ന് പാടി ആരാധിക്കാനായി നമുക്ക് ഒരുങ്ങാം. എല്ലാവരും സ്തുതിക്കുമ്പോൾ അധരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുള്ള അമ്മമാർ ദൈവത്തിന്റെ സഹായം പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ സഹായം എനിക്കും നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന്റെ സഹായം എനിക്കും നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രതിസന്ധിയിൽ എങ്ങനെ കരകയറുമെന്ന് എനിക്കറിയില്ല. ഈ മനോദുഃഖം എങ്ങനെ മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം നിന്നെ സഹായിക്കും. കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചു എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ചൊന്ന് പാടാം. ആരിലും ആരാധ്യൻ നീ, രാജാധി രാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാധി രാജാവു നീ.